അങ്ങനെ ഹോർമുസ് വീണ്ടും ഇറാൻ അടച്ചു. ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണ കടന്നുകൊണ്ടുപോയിരുന്ന ഒരു സ്ഥലം ലോക സമാധാനത്തിന് വീണ്ടും അഭംഗിയുണ്ടാകുന്ന പശ്ചാത്തലമുണ്ടാവുകയാണ്. മണിക്കൂറുകൾക്കുള്ളിൽ സമാധാന കരാർ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ തുടർച്ചയായ വ്യോമാക്രമണം 47 പേരാണ് കൊല്ലപ്പെട്ടത്. 20ഓളം സ്ഥലങ്ങളിൽ ആക്രമണമുണ്ടായി എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഇതിന് തിരിച്ചടിയാണ് ഹോർമുസ് പൂർണ്ണമായും ഇറാൻ അടയ്ക്കുന്നത്. IRGC അസന്നിഗ്ധമായി ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. അതേസമയം ഹോർമുസ് അടച്ചതിനോ കപ്പൽ സഞ്ചാരം തടസ്സപ്പെട്ടതിനോ തെളിവുകളില്ല എന്നാണ് US പറയുന്നത് എങ്കിൽ പോലും നമുക്കറിയാം ഇറാന്റെ അനുവാദമില്ലാതെ ഒരു കപ്പലിന് പോലും ഹോർമുസ് കടന്നു പോകാൻ സാധിക്കില്ല. അത് മാത്രമല്ല, ഹോർമുസിൽ ഉള്ള മൈനുകൾ, ഇറാൻ സ്ഥാപിച്ച മൈനുകൾ പ്രധാനമാണ്. ആ മൈനുകൾ കടന്നു പോകാൻ ഏത് കപ്പലുകളും മടിക്കും. മൈനുകൾ നീക്കാനുള്ള പ്രക്രിയ അടക്കം ഇറാൻ ആരംഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം തടസ്സപ്പെട്ടിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും തങ്ങളെ ചതിച്ചു എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. കാരണം ഇത്തരത്തിലൊരു വിശ്വാസവഞ്ചന നടത്തി എന്നാണ് ഇറാൻ പറയുന്നത്. അതിനാൽ അടയ്ക്കുകയാണ് എന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് വ്യക്തമാക്കുകയാണ്. അജയ് സുധാ ബിജു വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ചേരുന്നു. ഇത് മാത്രമല്ല, ഇറാന്റെ പ്രശ്നം തങ്ങളുടെ മരവിപ്പിച്ച സ്വത്തുകൾ വകമാറ്റി ഗൾഫ് രാജ്യങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള അന്താരാഷ്ട്ര നീക്കങ്ങളെയും ഇറാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ്. അങ്ങനെ അജയ് സുധാ ബിജു, അങ്ങനെ വീണ്ടും ഹോർമുസ് അടയ്ക്കുകയാണ്. നമുക്കറിയാം മാസങ്ങളായി ലോകം അനുഭവിക്കുന്ന പ്രതിസന്ധി അത് ഇല്ലാതാകുന്നു, അത് മാറുന്നു എന്നുള്ള സൂചനകൾക്കിടയിലാണ് വീണ്ടും ഇറാന്റെ നടപടി. ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായിട്ട് തുറന്ന് അമേരിക്കൻ ഉപരോധവും ഹോർമുസിൽ പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചതായിരുന്നു. ആ സമയത്ത് ലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് ഹോർമുസ് കടന്ന് പുറത്തേക്ക് വന്നത്. അത് തീർച്ചയായിട്ടും ഇന്ത്യ അടക്കമുള്ള നിരവധി രാജ്യങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവരുടെയും ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് ഇറാൻ ഹോർമുസ് അടയ്ക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏപ്രിലിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് ഇസ്രായേൽ നിലവിൽ ലെബനനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സമാധാന കരാർ ഒപ്പിടുന്ന അവസ്ഥ എത്തിയപ്പോൾ ലെബനിലുള്ള സൈനിക നീക്കം ഇസ്രായേൽ വേഗത്തിലാക്കിയിട്ടുണ്ട്. കാരണം എന്തെങ്കിലും തരത്തിലുള്ള ഉടമ്പടി അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ഇത്തരം സൈനിക നടപടികൾ തുടരാനാകില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ മിസൈൽ ആക്രമണം ഉൾപ്പെടെ കടുപ്പിച്ചുകൊണ്ട് ലെബനനിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെള്ളിയാഴ്ച മാത്രം മേഖലയിൽ 47 പേരാണ് ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഇത് യുദ്ധം തുടങ്ങിയതിന് ശേഷമുണ്ടായ രണ്ടാമത്തെ വലിയ ആക്രമണമാണ്. നമ്മൾ ശനിയാഴ്ചത്തെ ഇന്നലത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ തന്നെ 16 പേർ മേഖലയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇറാൻ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായിട്ട് അടച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാൻ പറയുന്നത് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നാണ്. ലെബനനുമായി ഒപ്പിട്ടിരിക്കുന്ന വെടിനിർത്തൽ കരാറാണെങ്കിലും ഹിസ്ബുള്ളയുമായിട്ട് ധാരണ പ്രകാരം വന്നിട്ടുള്ള വെടിനിർത്തൽ കരാറാണെങ്കിലും ഇസ്രായേൽ പൂർണ്ണമായിട്ട് ലംഘിച്ചു കഴിഞ്ഞു. ഇത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കില്ല. അമേരിക്ക ഇസ്രായേലിനെ ഇപ്പോൾ നിലയ്ക്ക് നിർത്തണം, ആ ഒരു കാര്യത്തിന് വേണം അമേരിക്ക പ്രാധാന്യം കൊടുക്കാൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇറാൻ ഹോർമുസ് കടലെടുക്ക് അടച്ചിരിക്കുന്നത്. എന്നാൽ അമേരിക്ക പറയുന്നത് ഹോർമുസ് കടലെടുക്ക് അടച്ചതായിട്ട് റിപ്പോർട്ടുകളില്ല. ഇപ്പോഴും ഹോർമുസ് വഴി നിരവധി കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. യാതൊരുവിധ ടോളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളോ ഹോർമുസിൽ ഇല്ലെന്ന് US പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഹോർമുസ് അടച്ചു എന്നുള്ള നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ചർച്ചകളിലാണെങ്കിലും അമേരിക്കയുമായി നടക്കാനിരിക്കുന്ന ചർച്ചകളിലാണെങ്കിലും ലെബനന്റെ കാര്യത്തിന് തന്നെയാണ് ഇറാൻ ഊന്നൽ നൽകുന്നത്. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ലെബനനിലെ തട്ടി ഇപ്പോൾ ആ ഒരു സമാധാന കരാർ ഏത് തരത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കാത്തിരുന്ന് കണ്ടത്. നമുക്കറിയാം പേർഷ്യൻ ഗൾഫിന്റെ പ്രവേശന കവാടമാണ് ഹോർമുസ് എന്നുള്ളത്. ആഗോള വിപണിയിലേക്ക് പ്രവേശിക്കാൻ കാത്തുകിടക്കുന്ന 8 കോടിയോളം ബാരൽ അസംസ്കൃത എണ്ണ അവിടെ കെട്ടിക്കിടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 20ഓളം കപ്പലുകൾ, കൂറ്റൻ യാനങ്ങൾ അവിടെ നിൽക്കുകയാണ്. കാരണം ഇറാന്റെ അനുവാദം വേണം അവർക്ക് കടന്നു പോകണമെങ്കിൽ. മൈനുകൾ സ്ഥാപിച്ച് ഹോർമുസിനെ വലിയ അപകടാവസ്ഥയിലാക്കിയിട്ടുണ്ട് ഇറാൻ. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണയുമായി ഏതാണ്ട് നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ 40ഓളം കൂറ്റൻ എണ്ണക്കപ്പലുകൾ ഇപ്പോൾ പേർഷ്യൻ ഗൾഫിൽ യാത്രാനുമതിക്കായി നിലയുറപ്പിച്ചിരിക്കുന്നു. ഇറാനിൽ നിന്നുള്ള എണ്ണയും ചെറുകിട കപ്പലുകളുമൊക്കെ ഇതിൽ ഉൾപ്പെടാത്തതിനാൽ വിപണിയിലേക്ക് ഒഴുകാൻ തയ്യാറായി നിൽക്കുന്ന യഥാർത്ഥ എണ്ണയുടെ അളവ് ഇതിലും വളരെ കൂടുതലായിരിക്കുമെന്നാണ്. അതായത് ഇറാനിൽ നിന്നൊക്കെ ഉള്ള ഉപരോധമുള്ളത് കൊണ്ട് ഇറാനിൽ നിന്ന് എണ്ണ പോകുന്നില്ല. പക്ഷേ അപ്പോഴും അത് ചേർത്ത് വെച്ചാൽ ഇറാന്റെ കപ്പലുകളും ഇതിന്റെ ഭാഗമായി ഉണ്ട്. ഇത് ഈ കണക്കിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണയാണ് ഈ പ്രദേശത്ത് കെട്ടിക്കിടക്കുന്നത്. നേരത്തെ ഒരു ചെറിയ വ്യത്യാസം വന്നപ്പോൾ ഹോർമുസ് തുറന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ തോതിലുള്ള
ആഗോള എണ്ണ വിപണിയിലെ ഇടിവ് നമ്മൾ കണ്ടതാണ്. $80 താഴെയിലേക്ക് എണ്ണ വില ബാരലിനെത്തിയ പശ്ചാത്തലം വലിയ ആശ്വാസമാക്കിയിരുന്നു. പാകിസ്ഥാനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എണ്ണവില കുറയ്ക്കുന്ന പശ്ചാത്തലമുണ്ടായി. അതിനിടയിലാണ് വീണ്ടും ഇപ്പോൾ ഹോർമുസ് ഇറാൻ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് അടയ്ക്കുന്നതിന് മുൻപ് പ്രതിദിനം 1.5 കോടി ബാരലിലധികം അസംസ്കൃത എണ്ണ ഹോർമുസ് കടലിടുക്ക് വഴി ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് പ്രതിദിനം കയറ്റി അയച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇതിനിടയിൽ തന്നെ 21ഓളം കപ്പലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തി എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എങ്കിലും പുതിയ സംഭവ വികാസം ഹോർമുസിലെ വീണ്ടും ഇന്ത്യ അടക്കമുള്ള പെട്രോളിയം ഉപഭോക്തൃ രാജ്യങ്ങൾക്ക് വലിയ ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ്.